തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുമുന്നണി നേടിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ദിനപത്രങ്ങളിലെ മുഖപ്രസംഗങ്ങൾ. ഇടതുമുന്നണി വിജയം വൻ മുന്നേറ്റമുണ്ടെന്നാണ് ദിനപത്രങ്ങളിലെ തലക്കെട്ടുകളും ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചായ്വ് മാറിമറിഞ്ഞു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് മലയാളത്തിലെ മുഖ്യധാരാ പത്രങ്ങൾ തെരഞ്ഞെടുപ്പ് വിധിയെ വിലയിരുത്തിയത്. കേരളം വീണ്ടും ചുവന്നിരിക്കുന്നു എന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ആ പ്രവണതയ്ക്ക് മുന്നിൽ നിന്നു. ജനവിധിയുടെ പിന്നിലെ കാരണങ്ങളിലേക്ക് എല്ലാ മുഖപ്രസംഗങ്ങളും കടക്കുന്നുണ്ട്. ദേശഭരണത്തിന്റെ ദിശാസൂചിയാണ് തെരഞ്ഞെടുപ്പ് വിധിയെന്ന് മലയാള മനോരമ നിരീക്ഷിച്ചു. ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന മുഖപ്രസംഗത്തിലൂടെ കേരള കൗമുദിയും ഇതേ വികാരം പങ്കിടുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായതിനാൽ ജനവിധിയിൽ രാഷ്ട്രീയം കാണാനാവില്ലെന്ന വാദത്തെ ദീപിക തള്ളിപ്പറയുന്നു. തെരഞ്ഞെടുപ്പ് വിധിയുടെ രാഷ്ട്രീയമായ വിശകലനം തികച്ചും ആവശ്യമാണെന്ന് അവരുടെ മുഖപ്രസംഗം പറയുന്നു. ബാർക്കോഴ മുതൽ ബീഫ് വിവാദം വരെ തെരഞ്ഞെടുപ്പ് വിധിയിൽ സ്വാധീനിച്ചുവെന്ന് വിവിധ പത്രങ്ങൾ ഒരേ സ്വരത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കാറ്റിടത്തേക്ക് താമര തഴുകി കേരളമെന്ന് മലയാള മനോരമയും, ഇടത്തേക്കെന്ന് മാതൃഭൂമിയും, ഇടതു മുന്നേറ്റമെന്ന് മാധ്യമവും, ഇടതു കുതിപ്പ് താമരത്തിളക്കം UDFന് തിരിച്ചടിയെന്ന് കേരള കൗമുദിയും, ഇരച്ചുകയറി ഇടതുപക്ഷമെന്ന് മംഗളവും തെരഞ്ഞെടുപ്പ് വിധിക്ക് തലക്കെട്ടുകൾ നൽകുന്നു. LDF റോസ് ബാക്ക്, BJP മേക്സ് എ മാർക്ക് എന്ന അന്ത്യാക്ഷരപ്രാസമുള്ള തലക്കെട്ടാണ് ഹിന്ദുവിൻ്റേത്. ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത് ദ റെഡ് റൈസിംഗ് എന്നുമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്.